ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട്, ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, ഇനി എനിക്ക് അവനെ കാണാൻ വയ്യ, ഇനി എനിക്ക് അവിടെ പോകാൻ വയ്യ. ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി എനിക്ക് വയ്യ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സെന്റൻസ് പഠിച്ചു വെക്കുക. ഐ കാൺട്ട് എനിമോർ. ഐ കാൺട്ട് എനിമോർ എന്താണിത് അറിയോ? അതായത് ഐ നമ്മുടെ സബ്ജക്റ്റ് ആണ്. കാൺട്ട് എന്ന് പറയുന്നത് കഴിയില്ല, പറ്റില്ല, വയ്യ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കാര്യത്തിൽ നമുക്ക് വയ്യ ഇത് പറയുമ്പോഴും നമ്മൾ കാൺട്ട് എന്നാണ് യൂസ് ചെയ്യേണ്ടത്, കനോട്ട്. ഐ കാൺട്ട് എനിമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് വയ്യ എന്നാണ്. ഇനി എനിക്ക് അവിടെ പോകാൻ വയ്യ. ഐ കാൺട്ട് ഗോ ദർ എനിമോർ. ഐ കാൺട്ട് ഗോ ദർ എനിമോർ. ഐ കാൺട്ട് ഗോ ദർ എനിമോർ. അതായത് ഐ സബ്ജക്റ്റ്, ഐ ആയാലും ഷീ ആയാലും ഏതായാലും സബ്ജക്റ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം കാൺട്ട്, വയ്യ എന്ന് പറയുന്നത് കൊണ്ടാണ് നെഗറ്റീവ് ആണല്ലോ. ഐ കാൺട്ട് പ്ലസ് V14. അപ്പം ഐ കാൺട്ട് ഗോ ദർ എനിമോർ, എനിക്ക് ഇനി അവിടെ പോകാൻ വയ്യ. നെക്സ്റ്റ്, എനിക്കിനി അവളെ കാണാൻ വയ്യ. അങ്ങനെ പറയാറുണ്ടല്ലോ, ഐ കാൺട്ട് സീ ഹെർ അല്ലെ. ഐ കാൺട്ട് സീ ഹെർ എനിമോർ. അപ്പൊ എനിമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനി എന്നുള്ള ഒരു മീനിങ് ആണ്. ഐ കാൺട്ട് സീ ഹെർ എനിമോർ, എനിക്കിനി അവളെ കാണാൻ വയ്യ. എനിക്കിനി കരയാൻ വയ്യ അല്ലെ, ഒരുപാട് കരഞ്ഞു, ഇനി എനിക്ക് കരയാൻ വയ്യ. ഐ കാൺട്ട് ക്രൈ എനിമോർ. ഐ കാൺട്ട് ക്രൈ എനിമോർ. അതുപോലെ പറയാൻ എനിക്കിനി സഹിക്കാൻ വയ്യ. നമ്മൾ പറയാറുണ്ടല്ലോ, ഈ സഹിക്കാൻ എന്നുള്ളത് നമുക്ക് ടോളറേറ്റ് എന്ന് യൂസ് ചെയ്യാം. ഐ കാൺട്ട് ടോളറേറ്റ് ഇറ്റ് എനിമോർ. എനിക്കിനി അത് സഹിക്കാൻ വയ്യ. ഐ കാൺട്ട് ടോളറേറ്റ് ഇറ്റ് എനിമോർ. എനിക്കിനി അത് സഹിക്കാൻ വയ്യ. ഇനി കുറച്ചുകൂടി വലിയ സെന്റൻസിൽ പറയുകയാണെങ്കിൽ, ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ. കുറച്ച് ലെങ്തുള്ള സെന്റൻസ് ആണ്. ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ. എങ്ങനെ പറയാം? അപ്പൊ ഇന്നലത്തെ കാര്യം നമുക്ക് പറയാം, ഐ കുഡിന്റ് സ്ലീപ്പ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സോ ഐ കാൺട്ട് ഗോ ടു വർക്ക് ടുഡേ. അതുകൊണ്ട് എനിക്ക് ഇന്ന് ജോലിക്ക് പോകാൻ വയ്യ എന്നാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ്, ഇനി എനിക്ക് സംസാരിക്കാൻ വയ്യ. ഇനി എനിക്ക് സംസാരിക്കാൻ വയ്യ. ഓരോരോ വെർബും യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ പറയാട്ടോ. ഐ കാൺട്ട് ടോക്ക് എനിമോർ. ഐ കാൺട്ട് ടോക്ക് എനിമോർ. ഇനി എനിക്ക് നടക്കാൻ വയ്യ. ഇനി എനിക്ക് നടക്കാൻ വയ്യ. ഐ കാൺട്ട് വർക്ക് എനിമോർ. ഐ കാൺട്ട് വർക്ക് എനിമോർ. ഇനി എനിക്ക് നടക്കാൻ വയ്യ. നെക്സ്റ്റ് പറയുന്നത്, ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ല. ആവില്ല, വയ്യ, പറ്റില്ല എന്നൊക്കെ പറയാൻ നമുക്ക് കാൺട്ട് യൂസ് ചെയ്യാം. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ഐ കാൺട്ട് വെയിറ്റ് എനിമോർ. ഐ കാൺട്ട് വെയിറ്റ് എനിമോർ. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ളതാണല്ലോ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. ഇതുപോലെ സെന്റൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് വലിയ സെന്റൻസ് നോക്കാം. രാവിലെ കുറെ പഠിച്ചത് കൊണ്ട് ഇനി എനിക്ക് പഠിക്കാൻ വയ്യ. ഇങ്ങനെ പറയാറുണ്ടല്ലോ, രാവിലെ കുറെ പഠിച്ചത് കൊണ്ട് ഇനി എനിക്ക് പഠിക്കാൻ വയ്യ. എങ്ങനെ പറയാം? അപ്പൊ രാവിലെ കുറെ പഠിച്ചു എന്ന് നമ്മൾ പറയണം, കഴിഞ്ഞ കാര്യമാണ്. I studied a lot in the morning, so I can't study anymore. I studied a lot in the morning. രാവിലെ ഒരുപാട് പഠിച്ചത് കൊണ്ട്, സോ പഠിച്ചു. രാവിലെ I studied a lot in the morning. രാവിലെ ഒരുപാട് പഠിച്ചു, സോ അതുകൊണ്ട് I can't study anymore. ഇനി എനിക്ക് പഠിക്കാൻ വയ്യ. എന്നോടിനി ഇത് പറയണ്ട, അല്ലെങ്കിൽ എന്നോടിനി ഇത് പറയരുത്. കേൾക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ എന്നോടിനി ഇത് പറയരുത്. എനിക്കിനി ഇത് കേൾക്കാൻ വയ്യ. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, എന്നോടിനി ഇത് പറയണ്ട, എനിക്കിനി ഇത് കേൾക്കാൻ വയ്യ. പറയണ്ട, പറയരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് ടെൽ മീ ദിസ്. ഡോണ്ട് ടെൽ മീ ദിസ്. എന്നോടിനി ഇത് പറയണ്ട. ഐ കാൺട്ട് ലിസൺ എനിമോർ. ഐ കാൺട്ട് ലിസൺ എനിമോർ. എനിക്കിനി ഇത് കേൾക്കാൻ വയ്യ. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ. ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട്, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യം, അപ്പൊ നമുക്ക് പറയാറുണ്ട് എനിക്കവിടെ നിൽക്കാൻ വയ്യ. എങ്ങനെ പറയാ? ഐ കാൺട്ട് സ്റ്റാൻഡ് ദർ എനിമോർ. ഐ കാൺട്ട് സ്റ്റാൻഡ് ദർ എനിമോർ. എനിക്കവിടെ നിൽക്കാൻ വയ്യ. ഇനി അതുപോലെ, ഇനി എനിക്ക് ഉറങ്ങാതിരിക്കാൻ വയ്യ.
ഇനി എനിക്ക് ഉറങ്ങാതിരിക്കാൻ വയ്യ. 2-3 ദിവസമൊക്കെ ഉറങ്ങാതിരുന്നു. ഇനി എനിക്ക് ഉറങ്ങാതിരിക്കാൻ വയ്യ. ഐ കാൺട്ട് സ്റ്റേ അവേക്ക് എനിമോർ. ഐ കാൺട്ട് സ്റ്റേ അവേക്ക് എനിമോർ. സ്റ്റേ അവേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കാൻ എന്നുള്ളതാണ്. വയ്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാൺട്ട് യൂസ് ചെയ്യുന്നു. ഐ കാൺട്ട് സ്റ്റേ അവേക്ക് എനിമോർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എനിക്കൊരു കാര്യം ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ സഹിക്കാൻ വയ്യ, അല്ലെങ്കിൽ പറയാൻ വയ്യ എന്നുള്ള വയ്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് ഐ കാൺട്ട് വെർബ് V1 ഫോം എന്നുള്ളത്. അത് സബ്ജക്റ്റ് മാറിയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ എൻ്റെ കാര്യം ഞാനല്ലേ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പല രീതിയിൽ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു യൂസേജ് പഠിക്കുകയാണ്. ഇന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നത് ഓൺ ദ സ്പോട്ടിലുള്ള കാര്യമാണ് അല്ലെ, നെഗറ്റീവ് ആണ്. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ടുഡേ. ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ടുഡേ. ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല. ഇന്ന് അവൾ ഇവിടെ വരുന്നില്ല. ഇന്ന് അവൾ ഇവിടെ വരുന്നില്ല. ഇതും നെഗറ്റീവാണ്. സബ്ജക്റ്റ് ഷീ ആണ് അല്ലെ. അപ്പോൾ ഓരോരോ സബ്ജക്റ്റിന്റെ കൂടെയും ഏതെല്ലാം ഓക്സിലറി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. അതൊക്കെ പഠിച്ചു വെച്ചാലാണ് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കാത്തവർക്കായിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ടുഡേ ഷീ ഈസിൻറ്റ് കമ്മിങ് ഹിയർ. അവൾ ഇന്നിവിടെ വരുന്നില്ല. ടുഡേ ഷീ ഈസിൻറ്റ് കമ്മിങ് ഹിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഈസിൻറ്റ് കമ്മിങ് ഹിയർ ടുഡേ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. എങ്ങനെ പറയാ? ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇവിടെയും നെഗറ്റീവ് ഓൺ ദ സ്പോട്ടിലുള്ള സെന്റൻസ് ആണല്ലോ. ഞങ്ങളാണ് സബ്ജക്റ്റ്. ടുഡേ വി ആറെന്റ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. ടുഡേ വി ആറെന്റ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി നമ്മൾ പറയാറുണ്ടല്ലേ, ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. എങ്ങനെ പറയാ? ടുഡേ ഐ എം നോട്ട് കുക്കിംഗ് ഫുഡ്. ടുഡേ ഐ എം നോട്ട് കുക്കിംഗ് ഫുഡ്. ഇന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല. ഇന്ന് അവൾ വീട് വൃത്തിയാക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ, ഇന്ന് അവൾ വീട് വൃത്തിയാക്കുന്നില്ല. ഇവിടെ അവളാണല്ലോ സബ്ജക്റ്റ്. ടുഡേ ഷീ ഈസിൻറ്റ് ക്ലീനിങ് ദ ഹൗസ്. ടുഡേ ഷീ ഈസിൻറ്റ് ക്ലീനിങ് ദ ഹൗസ്. ഇന്ന് അവൾ വീട് വൃത്തിയാക്കുന്നില്ല. ഇന്ന് അവർ പുറത്തു പോകുന്നില്ല. ഇന്ന് അവർ പുറത്തു പോകുന്നില്ല എന്നാണ്. ടുഡേ ദേ ആറെന്റ് ഗോയിങ് ഔട്ട്സൈഡ്. ഇന്ന് അവർ പുറത്തു പോകുന്നില്ല. ഇതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് പല സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഇന്ന് അവൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. എങ്ങനെ പറയും? അത് താഴെ കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എനിക്കിനി വയ്യ എന്നുള്ളൊരു സെന്റൻസ് പറയാം. എനിക്കിന്ന് അലക്കാൻ വയ്യ. എങ്ങനെ പറയും എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.